മാനന്തവാടിയെ മുൾമുനയിൽ നിർത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. 8 മണിക്കൂറിലധികമായി മാനന്തവാടിയിലെ പരിസര പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു തണ്ണീർക്കൊമ്പൻ. ഏറെ നേരം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവും പുറത്തിറക്കിയത്. കുങ്കിയാനകളെ ഉപയോഗിച്ച് കാട്ടിലേക്ക് തുരത്താൻ ശ്രമിക്കണമെന്നും അതിന് സാധ്യമായില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടി കർണാടക വനംവകുപ്പിന്റെ സാന്നിധ്യത്തിൽ ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നു വിടണമെന്നായിരുന്നു ഉത്തരവ്. എന്തായാലും ഇപ്പോൾ ആനയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. ശേഷം ഇവിടെ നിന്ന് വണ്ടിയിൽ മാറ്റും. സംസ്ഥാന പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആൻഡ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഇത്തരത്തിൽ ആനയെ മയക്കുവെടി സംബന്ധിച്ച ഉത്തരവും പുറത്തിറക്കിയത്. നിലവിലെ സാഹചര്യത്തിൽ കാട്ടാനയെ തുരത്തുക ശ്രമകരമായതിനാൽ മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം ബന്ദിപ്പൂരിൽ തുറന്നുവിടാനുള്ള ശ്രമത്തിലാണ് അധികൃതർ ഉണ്ടായിരുന്നത്. ജനവാസ കേന്ദ്രത്തിൽ നിലയുറപ്പിച്ചതിനാൽ തന്നെ കിലോമീറ്ററുകൾ അകലെയുള്ള കാടിന് സമീപം എത്തിക്കുകയെന്നത് വെല്ലുവിളിയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു മയക്കുവെടി വയ്ക്കാനുള്ള തീരുമാനം. കുറച്ചു മണിക്കൂറുകളായി ആന വാഴത്തോട്ടത്തിനുള്ളിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. ഈ വാഴത്തോട്ടത്തിന് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി നാട്ടുകാർ പടക്കം വരെ പൊട്ടിച്ചിരുന്നു. അതിനുശേഷമാണ് മയക്കുവെടി വെച്ചിരിക്കുന്നത്. എന്തായാലും ആനയെ പൂട്ടാൻ കുങ്കിയാനകളായ വിക്രമും സൂര്യയും എത്തിയിരുന്നു. റേഡിയോ കോളർ ഘടിപ്പിച്ച ഒറ്റയാനാണ് ഇന്ന് രാവിലെ മാനന്തവാടി ടൗണിൽ ഇറങ്ങിയത്. നഗരത്തിലിറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്ന് വനംവകുപ്പ് തുടക്കത്തിൽ അറിയിച്ചിരുന്നു. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. RRT സംഘവും വെറ്ററിനറി ടീമും തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. വനംവകുപ്പിന്റെ നിർണായക ദൗത്യങ്ങളിലെല്ലാം പ്രധാന പങ്കുവഹിച്ച കുങ്കിയാനകളാണ് വിക്രമും സൂര്യയും. 20 വയസ്സിന് താഴെ പ്രായമുള്ള കൊമ്പൻ കർണാടക വനമേഖലയിൽ നിന്നാണ് വയനാട്ടിലേക്ക് എത്തിയത്. ഹാസൻ ഡിവിഷന് കീഴിൽ ഇക്കഴിഞ്ഞ ജനുവരി 16-ന് മയക്കുവെടി വെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിൽ വിട്ടിരുന്നതാണ്. പതിവായി കാപ്പിത്തോട്ടത്തിലിറങ്ങി ഭീതി പരത്തിയിരുന്ന കാട്ടാന ഇതുവരെയും ആരെയും ഉപദ്രവിച്ചതായി വിവരമില്ല. ആളുകളെ ഉപദ്രവിച്ചതായി വിവരമില്ലെങ്കിലും ഹാസൻ ഡിവിഷനിലെ ജനവാസ മേഖലയിൽ പതിവായി എത്തി ഭീതി പരത്തിയിരുന്നു. മറ്റൊരു കൊമ്പൻ ആനയുടെയും മോഴയാനയുടെയും ഒപ്പമായിരുന്നു ഇപ്പോൾ വയനാട്ടിലെത്തിയ ഈ കൊമ്പൻ ഹാസനിലെ കാപ്പിത്തോട്ടത്തിൽ വിഹരിച്ചിരുന്നത്. ഇതിൽ മോഴയാനയെയും മാനന്തവാടിയിലേക്ക് ഇറങ്ങിയ കൊമ്പനെയുമാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച് ഉൾക്കാട്ടിലേക്ക് തുരത്തിയിരുന്നത്. 2018-ന് ശേഷമാണ് ആനയുടെ കൊമ്പ് മുറിഞ്ഞത്. ബേലൂർ റേഞ്ചിൽ നിന്നായിരുന്നു നേരത്തെ കാട്ടാനയെ പിടികൂടിയത്. മാനന്തവാടിയിലിറങ്ങിയ ആനയെ പിടികൂടാൻ എല്ലാ സഹായവും കർണാടക നൽകുന്നുണ്ടെന്ന് കർണാടക പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പറയുകയുണ്ടായി. ഇന്നലെ കേരളത്തിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമായി സംസാരിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കർണാടക, കേരളം വനവകുപ്പുകൾ സംയുക്തമായി വിവരങ്ങൾ പരസ്പരം കൈമാറുന്നുണ്ടായിരുന്നു. ഏറെ നേരം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവും പുറത്തിറക്കിയത്.